Today's topic is biological classification. What is biological classification? It is the ordering of organisms into definite groups based on similarities, interrelationship, and evolutionary kinship or phylogeny. ഓർഗാനിസത്തിന് സിമിലാരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ എവല്യൂഷണറി കിൻഷിപ്പിൻ്റെ ഒക്കെ ബേസിൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഓർഡർ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെമ്പരത്തിൻ്റെ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അതായത് റെഡ് ചെമ്പരത്തി പ്ലാന്റിൻ്റെ കുറേ പ്ലാന്റ്സ്. റെഡ് ചെമ്പരത്തി നമ്മളെ പക്കാ നോർമൽ ചെമ്പരത്തിയാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. അതിൻ്റെ ഒരു 5 പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ഇത് മൊത്തം ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നുള്ള ഒരു സ്പീഷീസ് ആണ് നമ്മൾ പറയാൻ കാരണം എന്താ? അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാരക്ടേഴ്സ് ഒരുപോലെയാണ്. അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ആണെങ്കിലും മാർജിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഫ്ലവറിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. അത് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസാണ്. നമ്മളെ കയ്യിൽ 5 പ്ലാന്റ്സ് ആണെങ്കിൽ 5 ഇൻഡിവിജ്വൽ പ്ലാന്റ്സാണ്. അപ്പോൾ ആ പ്ലാന്റ്സ് തമ്മിൽ ചിലപ്പോൾ ഡിഫറൻസസ് ഉണ്ടാവുക മോളിക്യുലാർ ലെവലിൽ, ചിലപ്പോൾ അതിൻ്റെ ജീൻസിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവാം. അതുപോലെ പ്ലാന്റിൻ്റെ സൈസിൽ ചിലപ്പം ചിലത് എങ്ങാവാം, ചിലത് ഒരുപാട് വർഷമായിട്ട് അവിടെയുള്ള പ്ലാന്റ് ആവാം. അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫറൻസസേ ഉണ്ടാവുള്ളൂ. അത് ഇൻഡിവിജ്വൽസിന് ഉണ്ടാവുന്ന ഡിഫറൻസസാണ്. അപ്പോൾ നമ്മൾ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിൽ നമ്മളെ കയ്യിലുള്ള 5 ഇൻഡിവിജ്വൽസിനെ ഉൾപ്പെടുത്താൻ കാരണം അവ തമ്മിലുള്ള സിമിലാരിറ്റി, അതുപോലെ ഇന്റർ റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ ഫൈലോജനി നോക്കുകയാണെങ്കിൽ അതിലുള്ള അതിൻ്റെ സിമിലാരിറ്റീസ് കൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. സോ സിമിലാരിറ്റിൻ്റെയും ഇന്റർ റിലേഷൻഷിപ്പിൻ്റെയും ഫൈലോജനീൻ്റെയും ബേസിൽ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ എക്സെട്ര ആസ്പെക്ട്സ് ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇങ്ങനെ ഓർഗാനിസത്തിനെ ഓർഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ചെക്ക് ചെയ്യാം? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് നമുക്ക് അവൈലബിൾ ആവുന്ന എല്ലാ ഡാറ്റയും പ്ലാന്റിൽ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ സിമിലാരിറ്റി ചെക്ക് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പും കൂടെ നോക്കും. നെക്സ്റ്റ്, കമ്പണൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. Components of classification പറയുമ്പോൾ most familiar scheme of classification is the hierarchical system proposed by Linnaeus. Linnaeus propose ചെയ്തിട്ടുള്ള hierarchical system ആണ് ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സ്കീം. എന്താണ് hierarchical system? നമ്മൾ ഗ്രേഡഡ് സീരീസ് ആയിട്ട് കോംപ്ലക്സ് കാറ്റഗറീനെ മുകളിലേക്ക് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് hierarchical system എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ സ്പീഷീസ്, then genus, family, order, class, അങ്ങനെ മുകളിലേക്ക് കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് കോംപ്ലക്സ് ആവുന്നതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ ആ ഒരു ഗ്രേഡഡ് സീരീസിനെയാണ് ഹൈറാർക്കിയൽ സിസ്റ്റം എന്ന് പറയുക. ഹൈറാർക്കിയൽ സിസ്റ്റം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് 2 കമ്പണൻസ്. കമ്പണൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഹൈറാർക്കിയൽ സിസ്റ്റത്തിന് 2 കമ്പണൻസ് ഉള്ളത്. ഒന്ന് കാറ്റഗറി ആൻഡ് സെക്കൻഡ് വൺ ടാക്സോൺ. So first component ആണ് category. Category means it is the definite rank or level in hierarchical system of classification. Hierarchical system of classification ലെ ഒരു rank അല്ലെങ്കിൽ ഒരു ലെവലിനെയാണ് category എന്ന് പറയാം. And there are 7 basic categories: species, genus, family, order, class, phylum or division and kingdom. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഒരു കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറി സ്പീഷീസ്, then second category genus, third family, fourth order, fifth class, sixth phylum or division and last ഏറ്റവും മുകളിൽ kingdom. സോ ഇതാണ് 7 ബേസിക് കാറ്റഗറി. അപ്പോൾ എന്താ കാറ്റഗറി? ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിലെ ഓരോ റാങ്കിനെയാണ് നമ്മൾ
കാറ്റഗറി എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ ലെവലിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് പറയാം. സ്പീഷീസ് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി ആൻഡ് കിങ്ഡം ഈസ് ദ ഹയസ്റ്റ് വൺ. ഏറ്റവും താഴെയുള്ള ഈ സ്പീഷീസ് ആണ് ഇതിലെ ലോവസ്റ്റ് കാറ്റഗറി, ആൻഡ് ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളത് കിങ്ഡം ആണ്. Each category above the level of species contain group of lower categories which in turn contain still more groups of still lower categories. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് ഈച്ച് കാറ്റഗറി above the level of species. ഇപ്പം ഒരു സ്പീഷീസ്, ഇതാണ് നമ്മളെ ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്പീഷീസ്, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ്. ആ സ്പീഷീസ് വരുന്നത് ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ്. ഈ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോവർ കാറ്റഗറി വരുന്നത്. അതാണ് പറഞ്ഞത് ഈച്ച് കാറ്റഗറി above the level of species contain groups of lower categories. അതായത് താഴെയുള്ള കാറ്റഗറീൻ്റെ ഒരു ഗ്രൂപ്പാണ് മുകളിലുള്ള കാറ്റഗറി ആയിട്ട് വരിക. അപ്പം ഈ ഒരു ജീനസ് ഹിബിസ്കസിൽ ഹിബിസ്കസ് റോസ സൈനൻസിസ് മാത്രമല്ല വരിക, ഹിബിസ്കസ് ഹിസ്പിഡിസിമസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എന്താ പറയുക സ്പീഷീസ് വരും. അതേപോലെ ഹിബിസ്കസ് മ്യൂട്ടാബിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സ്പീഷീസും വരും. അപ്പം ഈ 3 സ്പീഷീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ്. അതാണ് പറഞ്ഞത് തൊട്ട് മുകളിലുള്ള കാറ്റഗറി അതിന് തൊട്ട് താഴെയുള്ള കാറ്റഗറിയിലെ ഒരുപാട് ഗ്രൂപ്പ്സ് കൂടിച്ചേർന്നതായിരിക്കും. Thus, family is a category containing either single genus or monophyletic group of more than one genera. So, ഒരു ഫാമിലി എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഒരു ജീനസ് അല്ലെങ്കിൽ ഒരുപാട് ജീനസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. Genus is a category containing either a single species or monophyletic group of more than one species. അപ്പം ഫാമിലി എന്ന് പറഞ്ഞത് ഒന്നോ ഒരുപാട് ജീനസോ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഒരു ജീനസ് എന്ന് പറഞ്ഞത് ഒന്നോ ഒരുപാട് സ്പീഷീസോ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നിനും പറയാം. ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നോ അതിൽ കൂടുതലോ ഓർഡേഴ്സ് കൂടിച്ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ ഒരു കിങ്ഡം എന്ന് പറഞ്ഞത് ഒന്നോ ഒരുപാട് ഫൈലമോ ഡിവിഷൻസോ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഫൈലം നമ്മൾ യൂസ് ചെയ്യുക ആനിമൽസിൻ്റെ കാറ്റഗറി വരുമ്പോഴാണ്. ആനിമൽസിലാണ് നമ്മൾ ഫൈലം കോഡേറ്റ എന്നൊക്കെ അല്ലേ പറയാറ്. ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യാറ് പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷനിലുമാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഓവറോൾ അതായത് ഒരു റാങ്ക് ഓർ ലെവൽ ഇൻ ഹൈറാർക്കിയൽ സിസ്റ്റത്തിനെയാണ് കാറ്റഗറി എന്ന് പറയാം. 7 ബേസിക് കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും ലോവസ്റ്റ് വൺ സ്പീഷീസ് ആണ്, ഹയസ്റ്റ് വൺ കിങ്ഡ് ആണ്. ആൻഡ് ഓരോ കാറ്റഗറിയും തൊട്ട് താഴെയുള്ള കാറ്റഗറി കൂടിച്ചേർന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞത് ഒന്നോ അതിൽ കൂടുതലോ ജീനസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ആൻഡ് ദ സെക്കൻഡ് കമ്പോണന്റ് ഈസ് ടാക്സോൺ. ടാക്സോൺ മീൻസ് നെയ്മഡ് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക് ഓർ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർഗാനിസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കാറ്റഗറി എന്താന്ന് പറഞ്ഞു. സോ ഡിവിഷൻ ഒരു കാറ്റഗറിയാണ്, സബ് ഡിവിഷൻ ഒരു കാറ്റഗറിയാണ്, ക്ലാസ് ഒരു കാറ്റഗറിയാണ്, ഓർഡർ ഒരു കാറ്റഗറി, ഫാമിലി അതുപോലെ ജീനസ് സ്പീഷീസ് ഒക്കെ ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ സബ് ഡിവിഷൻ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ഓരോന്നിൻ്റെയും ഓരോ ബേസിക് കാറ്റഗറിൻ്റെയും ഇടയിൽ സബ് ഡിവിഷൻസും വരാം. ഡിവിഷനിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് സബ് ഡിവിഷൻ. അപ്പോൾ നെയ്മഡ് ടാക്സോണമിക് ഗ്രൂപ്പ്, അപ്പം ഇതൊരു കാറ്റഗറിയാണ് ഡിവിഷൻ എന്ന് പറഞ്ഞത്. ആ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറീനെ നമ്മൾ നെയിം ചെയ്തതാണ് യൂമൈക്കോട്ട. അതുപോലെ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാറ്റഗറീനെ നമ്മൾ നെയിം ചെയ്തതാണ് സൈഗോമൈക്കോട്ടിന. ഇങ്ങനെ നെയിം ചെയ്ത ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ നെയിമിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയാം. സോ ടാക്സോൺ മീൻസ് നെയ്മഡ് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക്. നമ്മൾ ഏതൊരു കാറ്റഗറിനെയും നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ടാക്സോൺ. സോ ജാവാനിക്കസ് എന്ന് പറഞ്ഞത് ഒരു ടാക്സോൺ ആണ്, സ്പീഷീസ് എന്ന് പറഞ്ഞത് ഒരു കാറ്റഗറിയാണ്. നെയ്മഡ് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക് ഓർ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർഗാനിസം. ഇപ്പോൾ മ്യൂക്കർ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർഗാനിസം. മ്യൂക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിൽ പെട്ടിട്ടുള്ള സ്പീഷീസ് മൊത്തം വരും. ആ ഒരു ടാക്സോണിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ആണ്. പക്ഷെ കാറ്റഗറിന്റെ കേസിൽ നമ്മളൊരു ജീനസ് എന്ന് പറഞ്ഞാൽ അതിൽ റിയൽ ഓർഗാനിസം അല്ല. ജീനസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ ജീനസ് ആവാം, ആനിമൽസിന്റെ ജീനസ് ആവാം,
ഒരു ജീനസ് എന്ന് പറയുമ്പം അതിലൊരു റിയൽ ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ് വരുന്നില്ല, അത് ജസ്റ്റ് ഒരു കാറ്റഗറി മാത്രമാണ്. പക്ഷെ ജീനസ് മ്യൂക്കറാന്ന് പറയുമ്പോൾ മ്യൂക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിൽ ഒരുപാട് സ്പീഷീസ് വരും. സോ റിയൽ ഓർഗാനിസ് ആണ്. അതുപോലെ തന്നെ മ്യൂക്കറേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മ്യൂക്കർ എന്ന് പറഞ്ഞ ജീനസ് ഉണ്ടാവാം, വേറെ കുറെ ജീനസ് ഉണ്ടാവാം. ആ ജീനസിൽ വരുന്ന കുറെ സ്പീഷീസ് ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് റിയൽ ഓർഗാനിസത്തിനെയാണ് ടാക്സോൺ എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ യൂമൈക്കോട്ട എന്ന് പറയുന്ന സമയത്ത് യൂമൈക്കോട്ടയിൽ വരുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, റിയൽ ഓർഗാനിസംസ്. സോ ടാക്സോൺ ഈസ് നെയ്മഡ് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക് or it is a group of real organism. Taxon is the name of a group of similar and related organisms, whereas category is the rank or status of a taxon in taxonomic hierarchy. അപ്പോൾ ഇതാണ് ടാക്സോണും കാറ്റഗറിയും തമ്മിലുള്ള ഡിഫറൻസ്. ടാക്സോൺ എന്ന് പറഞ്ഞത് നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ആൻഡ് റിലേറ്റഡ് ഓർഗാനിസം. അതായത് നമ്മൾ സിമിലർ ആൻഡ് റിലേറ്റഡ് ഓർഗാനിസത്തിന് കൊടുക്കുന്ന ഒരു നെയിമാണ് ടാക്സോൺ. ഇപ്പം മ്യൂക്കർ എന്ന് പറഞ്ഞത് ഒരേ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു ടാക്സോൺ ആണ്. സോ സിമിലർ ആൻഡ് റിലേറ്റഡ് ഓർഗാനിസത്തിന് കൊടുത്തിട്ടുള്ള ഒരു നെയിമാണ് ടാക്സോൺ. എന്നാൽ കാറ്റഗറിയോ ഒരു സ്റ്റാറ്റസ് ആണ്. മ്യൂക്കർ എന്ന് പറഞ്ഞത് ഒരു ജീനസ് ആണ്, അതിന്റെ സ്റ്റാറ്റസ് ആണ്. മ്യൂക്കർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതൊരു റാങ്ക് ഓർ സ്റ്റാറ്റസ് ഇൻ ഹൈറാർക്കി ആണ്. സോ സിംപ്ലി ടാക്സോൺ ഈസ് ദ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ആൻഡ് റിലേറ്റഡ് ഓർഗാനിസംസ് ഇൻ ഹൈറാർക്കി, whereas category is the rank or status of a taxon in a hierarchy. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് കമ്പണൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.